Hi. Welcome to my yet another vlog. So ഇന്നത്തെ വ്ളോഗ് തംബ്നെയിൽ കണ്ടിട്ട് തന്നെ ഉണ്ടാവും നിങ്ങൾ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ I bought few products for the first time from ഷീൻ എന്നാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നോർമലി അങ്ങനെ ആക്സസറീസ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ചിങ്ങനെ ഇമിറ്റേഷൻ ആക്സസറീസിനോടൊക്കെ കുറച്ച് താല്പര്യം തോന്നിയിട്ടുണ്ട്. ആൻഡ് ഷെയിനിന്ന് വാങ്ങിയ എത്രത്തോളം അത് നന്നായിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് നമ്മൾ കുറേ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പണ്ട് നാട്ടിലുണ്ടായിരുന്നു ഷെയിൻ, പിന്നെ എന്തോ കാരണം കൊണ്ട് നിർത്തിപ്പോയതാണ്. അപ്പം ഇപ്പോൾ ഞാൻ ദുബായിലായതുകൊണ്ട് എനിക്ക് ഷെയിൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്, അതായത് വർത്ത് ദ പ്രൈസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയല്ലോ. ഇത്രയും ഭംഗിയുള്ള സാധനങ്ങൾ നമുക്ക് വളരെ ഒരു ചെറിയ പ്രൈസിന് വാങ്ങിച്ചിടാൻ പറ്റുകയെന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഞാനത് കുറച്ച് ഷെയർ ചെയ്യാം നിങ്ങളായിട്ട്. അപ്പോൾ എനിക്ക് ക്യാമറ അങ്ങോട്ടും നോക്കണോ ഇങ്ങോട്ടും നോക്കണോ. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോണ മാലയാണ്. അതിന് വേണ്ടി ഞാൻ ഈ മാല അങ്ങോട്ട് പുറകിലേക്ക് ഇടാം. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച മാലകൾ കാണിക്കാം. ആദ്യത്തെ മാല ദേ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ അല്ലേ, ലെയേർഡ് ചെയിൻ, അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആണ്. അപ്പം ഞാൻ അതാണ്, അയ്യോ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. അപ്പം അതാണ് ഞാൻ വാങ്ങിയത് ഫ്രം ഷെയിൻ. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ അതിലിട്ട് തരാം ലിങ്ക്. അതിലുണ്ടാവും പ്രൈസൊക്കെ. പക്ഷെ വളരെ റേറ്റ് കുറവാണ്, അത്ര എനിക്ക് പറഞ്ഞു. സോ ആദ്യത്തത് ഈ മാലയാണ്. ലൈക്ക് ഒരു ഗ്രീൻ എമറാൾഡിൻ്റെ പെൻഡൻറ്റ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ക്ലിങ് 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 ആ ഒരു സാധനത്തിൻ്റെ ഒരു ചെയിൻ ഉണ്ട്, പിന്നെ ഈ ഇങ്ങനെ ഒരു സ്നേക്കിൻ്റെ പോലത്തെ ഒരു ചെയിൻ. അങ്ങനെ 3 ലെയർ വന്ന ഒരു മാലയാണിത്. നല്ല ഒരു നെക്ക്, അത്യാവശ്യം നല്ല നെക്കുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് മാല. ഇപ്പം ഇടുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മാല, ഇതാണ് ഫസ്റ്റ് മാല, എമറാൾഡിൻ്റെ മാലയായിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ, സെക്കൻഡ് മാല ഒരു ബ്ലൂ മാലയാണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ, കണ്ടോ, ബ്ലൂ ഒരു പെൻഡൻറ്റ് വന്ന മാല. ഇതിന് എല്ലാ ആക്സസറീസിനും 200 മേലെ ഒന്നുമില്ല രൂപ, അതിലും താഴെയാണ്. പക്ഷെ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള, ഇപ്പം ഈ മാല തന്നെ നോക്ക്, നല്ല ഭംഗിയില്ലേ, നല്ല. ഇത് ഒരു ചെയിനാട്ടോ, ഇതിപ്പോൾ എൻ്റെ ചെയിൻ ഉണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്യാം. ഈ ഒരു ബ്ലൂ ചെയിൻ. ഓക്കെ, അപ്പം ആ ബ്ലൂ ചെയിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറിൽ തന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് കയ്യിലിട്ട് നല്ല ഭംഗിയായിരിക്കും. ചിക്കനെ കുറച്ച് വേണ്ട, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് ഈ ബ്രേസ്ലെറ്റ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നത് ഒരു സിമ്പിൾ ഇങ്ങനെ സ്റ്റോൺ ഉള്ളൊരു മാലയാണ്. ജസ്റ്റ് ഭയങ്കര ലൈറ്റായിട്ട് വരുന്ന. നെക്സ്റ്റ് ഇപ്പം മാല ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് കാണിച്ച ഗ്രീൻ എമറാൾഡും പിന്നെ ബ്ലൂ കളർ ആ മാലയും അതിൻ്റെ ബ്രേസ്ലെറ്റും ഞാൻ കാണിച്ചു. പിന്നെ ഒരു സിമ്പിൾ ലെയർ ആയിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റോൺസ് ആണ് മാല. ഇനി കയ്യിലിടാൻ എന്തൊക്കെയാണ് വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര റേറ്റ് കുറവ്. അപ്പോൾ ആക്ച്വലി ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയാണ് വാങ്ങിയത്.
ഈ ഒരു എംബ്രോയിഡിൻ്റെ സ്റ്റോൺ വരുന്ന ഒരു വള. ഇത് ലൈക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റും. അതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. സോ പ്രിട്ടി. റേറ്റ് അധികം ഒന്നുമില്ല. പിന്നെ ഒരു ആ ഗോൾഡിൻ്റെ ഭയങ്കരമായിട്ട് ആ യെല്ലോ കളറില്ല, ഒരു സട്ടിലായിട്ടൊരു 18 ക്യാരറ്റിൻ്റെ ജ്വല്ലറി വാങ്ങിക്കുമ്പോഴുള്ള ഒരു കളറാണ്. ആൻഡ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര എന്താ പറയുക, ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റും ഒരു പ്രിട്ടി ആയിട്ടുള്ള ഈ ഗ്രീൻ എന്താ പറയുക, ഗ്രീൻ കല്ലിനോട് എനിക്ക് എമറാൾഡ് പോലത്തെ ആ കല്ലിനോട് എനിക്കൊരു ഇഷ്ടം തോന്നി. ഇറ്റ്സ് ലൈക്ക് ഇത് ആക്ച്വലി ഊരാൻ പറ്റും തോന്നുന്നു. എനിക്ക് എങ്ങനെയാണ് അത് ഊരേണ്ടത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഇങ്ങനെ ഇട്ട് കാണിക്കാം. എൻ്റെ കൈ ചെറുതായതുകൊണ്ട് ഇത് കയറുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ഗ്രീൻ കല്ലും പിന്നെ അടിയിൽ ഒരു 2-3 ലെയേഴ്സ് ഉണ്ട്. ഗ്രീൻ കല്ലും പിന്നെ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ലെയറും വന്നിട്ടുള്ള ഒരു സിംഗിൾ പീസ് ആയിട്ട്. അത് കുറച്ച് പ്രിട്ടിയാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ദ കളർ ഇസ് ലൈക്ക് 18 ക്യാരറ്റ് ഗോൾഡിൻ്റെ കളറാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കമ്മലാണ്. ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഓഫീസിലൊക്കെ പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഫോമൽ അറ്റയർ ഇടുമ്പോൾ ആക്ച്വലി ഇയർ റിങ്സ് മേക്സ് എ ഡിഫറൻസ്. ഞാൻ ഇതുവരെ ഞാനിപ്പോൾ ഇങ്ങനെ ഇയർ റിങ്സ് അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ലെങ്കിൽ അത്ര ഒരു എഫേർട്ട് ഇടുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അതൊരു നല്ലൊരു ഡിഫറൻസ് നമ്മുടെ ഒരു അറ്റയറിന് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം എനിക്കൊരു താല്പര്യമുണ്ട്. ദിസ് ഈസ് ദ ഇയർ റിംഗ്. ദ അതർ വൺ കുറച്ച് എന്തോ ടാങ്കിളായിട്ട് കിടക്കാണ്. ഓക്കെ, ദിസ് ഈസ് ഇയർ റിംഗ്. ഒരു ഇയർ റിംഗേ ഞാൻ വാങ്ങിയുള്ളൂ. ബട്ട് ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ടു ബി ഓണസ്റ്റ് ഇതെല്ലാം വാങ്ങിയത്. ബട്ട് ക്വാളിറ്റി ടോപ്പ് നോച്ച് ആയപ്പോൾ, ടോപ്പ് നോച്ച് അത് കുറച്ച് കൂടുതലായിപ്പോൾ, എങ്കിലും സൂപ്പർ ക്വാളിറ്റിയാണ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ജസ്റ്റ് ഡു എ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ്. നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാർക്ക് കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇഫ് ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ദം ഗുഡ്, ഇല്ലെങ്കിലും കിടന്നോട്ടെ. നെക്സ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ബ്രേസ്ലെറ്റ് ആണ്. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഒരു ചെയിനും ഇങ്ങനെ പിന്നെ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് വിസിബിൾ. ഞാൻ ഇട്ട് കാണിക്കാം. ഇതൊരു വെറൈറ്റി ലുക്കാണ്, എനിക്ക് ഇഷ്ടമായി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ്. ഇതിലേക്ക് ഫോക്കസ് വന്നില്ലല്ലോ. ആൻഡ് ഞാൻ വാങ്ങിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വെറൈറ്റിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം ഒരു മോളിൽ പോയപ്പോൾ ഞാനൊരു ജീൻസും ഒരു സിമ്പിൾ പ്ലെയിൻ ഒരു ടാങ്ക് ടോപ്പും ഒരു ജീൻസും ഇട്ട് പോയപ്പോൾ ഐ സോ ദിസ് തിങ്. മോളിൽ കണ്ടതാണ് ഞാൻ. ഇറ്റ്സ് എ ഹിപ്പ് ചെയിൻ. ലൈക്ക് നമ്മുടെ ജീൻസിൽ ബെൽറ്റിൻ്റെ ആ ഒരു സ്ഥലത്ത് കൂടെ ഇതിങ്ങനെ ഇട്ടാൽ മതി. ബെൽറ്റ് ഇടാനായിട്ടുള്ള ഒരു സ്പേസില്ലേ, അത് കൂടെ ഈ ഒരു ഹിപ്പ് ചെയിൻ ഇട്ടാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് പീസ് പോലെ ഇങ്ങനെ കിടക്കും. നമ്മൾ ശരിക്കും ഇങ്ങനെയൊക്കെ ഇടുന്ന കുറച്ച് ഓവറല്ലേ, പക്ഷെ പ്ലെയിൻ ടാങ്ക് ടോപ്പും ഒരു ജീൻസും കൂടി ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ വേസ്റ്റ് ചെയിനായിട്ട് കിട്ടുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാനത്
എത്ര 150 ദിറംസ് എന്തോ 150 ദിറംസ് എന്തോ 150 ഇല്ല, അറൗണ്ട് 100 ദിറംസിൻ്റെ അടുത്തുണ്ടായിരുന്നു. ബട്ട് ഇത് ഞാൻ എത്ര ഒരു 20-30 ഇല്ല, എന്തായാലും 20 ഉണ്ടാവില്ല, ഒരു 10 ആ ഒരു റേഞ്ചിലാണ് ഇത് വാങ്ങിച്ചത്, 10 ദിറംസിന് ഫ്രം ഷെയിൻ. ആൻഡ് ഐ എം ലവിങ് ഇറ്റ്. ഞാനിത് ഇടുമ്പോൾ ആ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഓവറാന്ന് തോന്നും, പക്ഷെ അല്ല, ഒരു സിമ്പിൾ ടാങ്ക് ടോപ്പിൻ്റെ കൂടെ ഇടാണെങ്കിൽ സൂപ്പറായിരിക്കും. ഈ വീഡിയോയിൽ ഈ ബ്ലൂ മാലേൻ്റെ ഡ്രസ്സായിട്ട് ചേരുന്നുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിട്ടിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് അല്ല ലാസ്റ്റ് ഐറ്റം ആണെന്ന് തോന്നുന്നു ഈ ഒരു ബാഗ്, ഈ ഒരു സ്ലിംഗ് ബാഗ്. ആക്ച്വലി ഇവിടെ ഞാൻ നേരത്തെ ഒന്നും യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു ഹാൻഡ് ബാഗ് ഒന്നും, പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് യൂസ് ഉണ്ട് ഹാൻഡ് ബാഗിൻ്റെ. അപ്പം ഞാൻ വാങ്ങിച്ചൊരു കോഫി ബ്രൗൺ കളറാണ്, ബട്ട് ആക്ച്വലി നല്ലൊരു ബാഗ് കേട്ടോ. ഇതും അണ്ടർ 200-300 റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്. ഇതൊക്കെ ഞാൻ INR ആട്ടോ പറയണത്. കറക്റ്റ് എമൗണ്ട് ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഈ സൈഡിൽ ഒരു ഇതാണുള്ളത്, കമ്പാർട്ട്മെന്റ് എന്നു തോന്നുന്നു പറയണം, ഒരു അറയാണുള്ളത് എന്ന് ഞാൻ പറയും. ബട്ട് യൂസ്ഫുൾ ആണ് എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട്. എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ബ്ലെൻഡായി പോകുന്ന ഏകദേശം കളറാണ്. സോ യാ, ഇത്രയും ഐ തിങ്ക് എല്ലാം പ്രിറ്റി കവേർഡ് ആണ്. ആൻഡ് 2 ഡ്രസ്സും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും വന്നേക്കണത് ഒരു കോട്ട് സെറ്റും ഒരു ഫ്രോക്കും വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും ഇടുമ്പോൾ ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും ഇടാം. ബട്ട് ഇതൊക്കെയാണ് എൻ്റെ ആക്സസറീസ് വാങ്ങിച്ചു. ഞാനൊരു സാധനം പറയാൻ പറഞ്ഞു, ഇങ്ങനൊരു ക്ലിപ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. ഫുൾ ഗോൾഡൻ കളറിലുള്ള ആക്സസറീസാണ് വാങ്ങിച്ചേക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഉത്തമ യൂട്യൂബിൽ ഷെയിന്ന് ആക്സസറീസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതും നല്ല ക്ലാസ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ജ്വല്ലറി പീസസ് കിട്ടും. അഫോർഡബിൾ റേഞ്ചിലും ആൻഡ് എന്താ പറയുക, ക്വാളിറ്റി വളരെ നല്ലതാണ്. കണ്ടോ, ഫസ്റ്റ് കാണിച്ച ഗ്രീൻ എമറാൾഡ് മാല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്, ഓർ maybe it might be useful for you guys. So yeah, that's it. Bye bye.